ഹായ് സ്റ്റുഡൻസ്, ഞാൻ രമ. സൈലം ലേണിങ്ങിൽ സുവോളജി ഫാക്കൽറ്റിയാണ്. മാത്രമല്ല സൈലത്തിൻ്റെ സുവോളജിയുമായിട്ട് ബന്ധപ്പെട്ട അക്കാഡമിക്സ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനാണ്. അപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സൈലത്തിൻ്റെ കാലിക്കറ്റ് ഹൈബ്രിഡ് ക്യാമ്പസിലാണ്. ഇപ്പോൾ സൈലം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ സൈലത്തിൻ്റെ ഓഫ്ലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാൻ സൈലത്തിലുണ്ട്. ഇപ്പം 4ാമത്തെ വർഷമാണ്. അപ്പം കഴിഞ്ഞ 3 വർഷത്തെ സൈലത്തിൻ്റെ അക്കാഡമിക്സ് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് സൈലം വളരുന്നത്. അപ്പോൾ അക്കാഡമിക്സിൻ്റെ കാര്യത്തിൽ ആക്ച്വലി വളരെ നല്ല രീതിയിലാണ് അക്കാഡമിക്സ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈലം. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആദ്യത്തെ വർഷം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് DPPയോ അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. സാധാരണ കൊടുക്കുന്ന രീതിയിൽ ഡെയിലി ടെസ്റ്റുകളുണ്ട്, പിന്നെ ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ട്, പിന്നെ മോക്ക് ടെസ്റ്റുകൾ. ഇപ്പോൾ ഈ രീതിയിൽ പിന്നെ GIB ഉണ്ടായിരുന്നു, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എന്ന് പറയുന്ന പരീക്ഷ. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലാണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പ്രൊസീഡ് ചെയ്തത്. സെക്കൻഡ് ഇയർ ആയപ്പോൾ അത് വീണ്ടും ഇമ്പ്രൂവ് ചെയ്തു, വളരെ മാറ്റം വന്നു. സെക്കൻഡ് ഇയർ ആയപ്പോൾ അക്കാഡമിക്സ് വീണ്ടും ഇമ്പ്രൂവ് ചെയ്തു. തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ സൈലം അക്കാഡമിക്സിൻ്റെ കാര്യത്തിൽ മാക്സിമം പീക്കിലെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മാക്സിമം പീക്കിലെത്തി എന്ന് പറഞ്ഞാൽ സൈലം DPP എന്ന് പറയുന്ന സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ്. അപ്പോൾ അത് കുട്ടികൾക്ക്, അതായത് നീറ്റ് ആസ്പിറൻസിന് ഏറ്റവും നല്ലൊരു സ്റ്റഡി മെറ്റീരിയലാണ് DPP, ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ വളരെ ക്രിസ്പായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലാണ് DPP. മാത്രമല്ല സ്റ്റഡി മെറ്റീരിയലിൽ എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സ് മാത്രമല്ല അതിൽ വന്നിരിക്കുന്നത്, ധാരാളം ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു ചാപ്റ്റർ അതിൻ്റെ വോള്യൂം എത്രയാണോ അതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്യാനും DPPയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയാം സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്ത DPP. സൈലത്തിൻ്റെ അക്കാഡമിക്സ് നോക്കിക്കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകതയാണ് ഹൈബ്രിഡ് ലേണിംഗ്. അപ്പം അത് ആക്ച്വലി എൻട്രൻസ് ഫീൽഡിൽ ആദ്യമായിട്ട് സൈലമാണ് ഹൈബ്രിഡ് ലേണിംഗ് എന്ന മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു, ഈ മെത്തേഡ് കുട്ടികൾക്ക് ബെനിഫിഷ്യൽ അല്ല. അപ്പം ആ രീതിയിൽ ഒരുപാട് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തുടർന്ന് പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഹൈബ്രിഡ് സിസ്റ്റം അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡാപ്റ്റ് ചെയ്തതായിട്ടാണ് അറിയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇഫക്റ്റീവായിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സാണ് ഹൈബ്രിഡ് സിസ്റ്റം. അതായത് ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ സുവോളജി ആയതുകൊണ്ട് ഞാൻ സുവോളജിയിലുള്ള ഒരു ചാപ്റ്റർ പറയാം, ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ. അപ്പം ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ നമ്മൾ മൂന്ന് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് Day 1, Day 2, Day 3. ഇപ്പം Day 1 ക്ലാസ് എന്ന് പറയുമ്പോൾ ആദ്യം വീഡിയോ ക്ലാസ്സാണ്. അപ്പോൾ വീഡിയോ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് തന്നെ ആ കറസ്പോണ്ടിങ് Day 1 ടോപ്പിക്ക് വീഡിയോ കണ്ട് പഠിക്കാൻ പറ്റും. വീഡിയോ കണ്ട് പഠിക്കുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ 20 ക്വസ്റ്റ്യൻസ് കുട്ടി പ്രാക്ടീസ് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ Day 1 ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് 20 ക്വസ്റ്റ്യൻസ് കുട്ടി പ്രാക്ടീസ് ചെയ്യുകയാണ് ഹോസ്റ്റലിൽ വെച്ച് തന്നെ. അങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെ കാര്യത്തിലും ഈ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സാണ്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ കുട്ടിക്ക് ആദ്യം ഒരു എക്സാമാണ് വരുന്നത്. അപ്പോൾ DTS, ഡെയിലി ടെസ്റ്റ് സീരീസ്. അപ്പോൾ ഒരു 120 മാർക്കിൻ്റെ ഒരു പരീക്ഷ. ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുട്ടി ക്ലാസ്സിലോട്ട് കയറുന്നത്. പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഓൾറെഡി തലേ ദിവസം കുട്ടി വീഡിയോ കണ്ട് പഠിച്ചു കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും രാവിലെ വന്നൊരു ടെസ്റ്റ് പേപ്പർ എഴുതി, അത് കഴിഞ്ഞാണ് ക്ലാസ്സിലോട്ട് കയറുന്നത്. അപ്പം തന്നെ ടോപ്പിക് ഓൾമോസ്റ്റ് കുട്ടി ക്ലിയർ ആണ്. വീണ്ടും ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടിക്ക് ഡൗട്ടുള്ള പാർട്സ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ക്ലാരിറ്റി വരാത്ത ഏരിയ ഇതെല്ലാം ക്ലിയർ ആക്കാനുള്ള അവസരം. മാത്രമല്ല ഒരു റിവിഷനാണ്, തലേ ദിവസം പഠിച്ച ടോപ്പിക്കിൻ്റെ ഒരു പെർഫെക്റ്റ് റിവിഷനാണ് കുട്ടിക്ക് ക്ലാസ്സിൽ കിട്ടുന്നത്. ക്ലാസ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ആ Day 1 20 ക്വസ്റ്റ്യൻ, വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യും. അങ്ങനെ മൂന്ന് സബ്ജക്ട്സും, അതായത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, എല്ലാ സബ്ജക്ട്സും ഈ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈവനിങ്ങിൽ ക്ലാസ് കഴിഞ്ഞാൽ വീണ്ടും അവർക്കൊരു സെഷനുണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷനാണ്.
അപ്പോൾ അതിനുവേണ്ടി ടീച്ചേഴ്സിനെ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഡേ 1 കുട്ടിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ ടീച്ചേഴ്സിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അങ്ങനെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് കുട്ടി ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആ ഡേ 1 ഓഫ്ലൈൻ ക്ലാസ് കഴിയുമ്പോൾ കുട്ടി ഡേ 1 കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കും. ആ രീതിയിലാണ് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ പ്ലാൻ. ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ കൂടെ നടക്കുന്ന ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ അല്ലാതെ റെഗുലറായിട്ട് ഫാക്കൽറ്റീസ് ഹോസ്റ്റൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് ഹോസ്റ്റലിലും നടത്തുന്നുണ്ട്. അത് ത്രൂ ഔട്ട് ഇയർ റിപ്പീറ്റർ കോഴ്സ് അവസാനിക്കുന്നത് വരെ ഹോസ്റ്റലിൽ ഡൗട്ട് ക്ലിയറൻസ് റെഗുലറായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. മോക്ക് ടെസ്റ്റുകൾ എൻഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് വരെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ ഒരു പ്രത്യേകത, സൈലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ പ്രത്യേകത, അത് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലാണ്, GIB. സൈലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. അപ്പോൾ അത് ഒരു 3-4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവുമ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് ഫിസിക്സിൻ്റെ, ഇപ്പോൾ സപ്പോസ് 3 ചാപ്റ്ററാണ് കംപ്ലീറ്റ് ആയത്, ഫിസിക്സിൻ്റെ 3 ചാപ്റ്റർ, കെമിസ്ട്രിയുടെ 3 ചാപ്റ്റർ, ബയോളജി എന്ന് പറയുമ്പം ബോട്ടണി 3 ചാപ്റ്റർ, സുവോളജി 3 ചാപ്റ്റർ, ആ രീതിയിൽ അത്രയും ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്ന ചാപ്റ്റേഴ്സിനെ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അത് പ്യുവർ നീറ്റ് മോഡലിലാണ് ആ പരീക്ഷ നടത്തുന്നത്. അപ്പം നല്ല ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എക്സാമാണ് GIB. അപ്പോൾ അത് കുട്ടികൾ, ഒരുപാട് ഔട്ട്സൈഡ് കുട്ടികളും നമ്മുടെ സൈലത്തിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല മറ്റു കുട്ടികളും GIBക്ക് രജിസ്റ്റർ ചെയ്ത് ആ പരീക്ഷ എഴുതുന്നുണ്ട്. പിന്നെ സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്ത വേറൊരു പ്രോഗ്രാമാണ് LMRP, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം. LMRP എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആക്ച്വലി അതിൻ്റെ എക്സ്പാൻഷൻ ഇതാണ്, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം. അതായത് നമ്മുടെ അക്കാഡമിക്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡിസംബർ കൊണ്ട് ടോപ്പിക്ക് തീരും. അപ്പം നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ 4 സബ്ജക്റ്റുകളുടെയും ടോപ്പിക്ക് ഡിസംബറിൽ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു റിവിഷൻ പ്രോഗ്രാമാണ്. റിവിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ വൈസ് ആണ്. ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ അതിനകത്തുള്ള എല്ലാം എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്ത് വരുന്ന 50 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ടെസ്റ്റ് പേപ്പറാണത്. ആക്ച്വലി അതൊരു എക്സാമാണ്. ഫിസിക്സിനും കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എല്ലാത്തിനും അങ്ങനെ ടോട്ടലായിട്ട് 200 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പരീക്ഷയാണ് ആദ്യം കുട്ടി എഴുതുന്നത്. ക്ലാസ്സിൽ വരുമ്പോൾ ആദ്യം എക്സാം എഴുതുന്നു. അത് കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ്, എഴുതിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് വരുന്നത്. അപ്പോൾ അത് ആക്ച്വലി വളരെ നല്ലൊരു പ്രോഗ്രാമാണ് LMRP. അത് നമ്മുടെ ഇവിടുത്തെ കുട്ടികളെല്ലാം വളരെ അപ്രീഷിയേറ്റിംഗ് ആയിട്ട് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ LMRP റിവിഷൻ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ കുട്ടി ഓൾമോസ്റ്റ് പെർഫെക്റ്റായി. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു 99.9% പെർഫെക്ഷനിലെത്തിയിരിക്കും ഒരു നല്ല പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു കുട്ടി. പിന്നെ അത് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകളാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 15 മോക്ക് ടെസ്റ്റുകൾ കൊടുത്തു. അത് ഹോൾ ടോപ്പിക് ടെസ്റ്റുകളാണ്. നീറ്റിൻ്റെ അതേ പാറ്റേണിൽ തന്നെ നടത്തുന്ന ഹോൾ ടോപ്പിക് ടെസ്റ്റുകളാണ് മോക്ക് ടെസ്റ്റുകൾ. ഇതുകൂടാതെ അതായത് നമ്മുടെ LMRP, പിന്നെ ചാപ്റ്റർ വൈസ് എക്സാം, മോക്ക് ടെസ്റ്റുകൾ, പിന്നെ ഡെയിലി ടെസ്റ്റ് സീരീസ്, ഇത് കൂടാതെ നമ്മൾ ഫിസിക്സ് വാലയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസും റിപ്പീറ്റേഴ്സിന് വേണ്ടി നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം 10 ടെസ്റ്റുകളായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ടെസ്റ്റുകൾ എഴുതി കഴിയുമ്പോൾ ഒരു കുട്ടി നീറ്റ് അറ്റൻഡ് ചെയ്യാൻ, നീറ്റ് എക്സാം ഫേസ് ചെയ്യാനായിട്ട് ഫുള്ളി എക്യുപ്ഡ് ആവും. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ അക്കാഡമിക്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മെയ് 2025 നടക്കുന്ന നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ സംവിധാനങ്ങളെല്ലാം, സൈലത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് സൈലത്തിൽ ജോയിൻ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.